ഈ പയ്യന്റെ പേരാണ് ബൂയി. ഇവൻ ഒരാളെ തീ കൊളുത്തി കൊല്ലാൻ പോവുകയാണ്. ബൂയിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൂയിക്ക് വെറും 16 വയസ്സേ ഉള്ളൂ. പക്ഷെ ബൂയിയുടെ സ്വഭാവം അത്ര നല്ലതല്ല. കാരണം ഇവ ഡ്രഗ്സും കഞ്ചാവും ഒക്കെ വിൽക്കുന്നതാണ് ഇവന്റെ മെയിൻ ബിസിനസ്. ഒരു ദിവസം ഇതുപോലെ ഇവ ഒരാൾക്ക് ഡ്രഗ്സ് വിൽക്കുന്ന സമയത്ത് ഒരാൾ ബാക്കിൽ വന്ന് ഒരു ഇടിയങ്ങ് കൊടുത്തു. സോ ബൂയി പെട്ടെന്ന് ബോധം കെട്ട് തറയിൽ വീണു. ഇവന്റെ കൈ കിടന്ന ഐഫോണും മറ്റു സാധനങ്ങളെല്ലാം മോഷിച്ചുകൊണ്ട് അയാൾ പോയി. സോ ബൂയി ബോധം വന്ന് എണീറ്റ് നോക്കിയപ്പോൾ ഇവന്റെ ഐഫോൺ കാണുന്നില്ല. ഇവനാണെങ്കിൽ ദേഷ്യവും വൈരാഗ്യം എങ്ങനെയെങ്കിലും ഇവന്റെ ഐഫോൺ കണ്ടുപിടിച്ചേ പറ്റൂ. സോ ബൂയി എന്ത് ചെയ്തു? ബൂയി അവന്റെ വീട്ടിൽ പോയി ഫൈൻഡ് മൈ ഫോൺ ആപ്പ് വഴി ഐഫോൺ ട്രാക്ക് ചെയ്ത് അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. സോ ലൊക്കേഷൻ കാണിക്കുന്നത് അവന്റെ തൊട്ടടുത്തുള്ള ഏതോ വീട്ടിലാണ്. തൊട്ടടുത്തെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ വരത്തുള്ളൂ. സോ ബൂയി എന്ത് ചെയ്തു? അവൻ അറിയാവുന്ന 2 ഫ്രണ്ട്സിനെ വിളിച്ചു. ഒരാളുടെ പേര് ഗെവിൻ, 16 വയസ്സേ ഉള്ളൂ. മറ്റേയാളുടെ പേര് ഡിലൻ, 14 വയസ്സേ ഉള്ളൂ. സോ ബൂയി അവന്റെ പ്ലാൻ 2 കൂട്ടുകാരോട് അവതരിപ്പിച്ചു. സോ പ്ലാൻ ഇങ്ങനെയാണ്: മണ്ണെണ്ണ വാങ്ങിക്കുക, പാതിരാത്രി പോവുക, വീട് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുക, എന്നിട്ടോടി രക്ഷപ്പെടുക. ഇതാണ് ഇവരുടെ പ്ലാൻ. സോ എല്ലാവരും ഈ പ്ലാനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സോ അവർ മണ്ണെണ്ണ വാങ്ങിച്ചു, മുഖംമൂടി വാങ്ങിച്ചു, ഹുഡീസ് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഗൂഗിൾ വഴി വീടിൻ്റെ അകവും പുറവും വീടിൻ്റെ പ്ലാനും ഡിറക്ഷനും എല്ലാം സെർച്ച് ചെയ്ത് പഠിച്ച് സെറ്റാക്കി. ഒരാഴ്ചയ്ക്ക് ശേഷം ഇവർ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നൈറ്റ് 2 മണിക്ക് ഇവർ മുഖംമൂടിയും ഹുഡീസും ഒക്കെ ധരിച്ച് മോഷിച്ച ആളുടെ വീട്ടിലെത്തി. അങ്ങനെ ഇവർ മോഷിച്ച ആളുടെ വീടിനെ പിൻവാതിൽ വഴി കയറുകയാണ്. പിൻവാതിൽ വഴി കയറുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടിലെ CCTV ക്യാമറ ഇവരുടെ വീഡിയോ പകർത്തി. പക്ഷെ ഇവർ വലിയ മൈൻഡ് ചെയ്തില്ല. കാരണം ഇവർ മുഖംമൂടിയും ഹുഡീസും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ കൂളായി വീടിൻ്റെ അകത്ത് കയറി. വീട്ടിൽ കയറിയതിനു ശേഷം അവർ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി അവരോടി രക്ഷപ്പെട്ടു. സോ ഇവിടെയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഫൈൻഡ് മൈ ഫോൺ ആപ്പ് എത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ തെറ്റായിരുന്നു. അത് മോഷിച്ചിരുന്ന ആളുടെ വീടല്ലായിരുന്നു. ഈ വീട്ടിൽ താമസിച്ചിരുന്നത് 2 ഫാമിലീസ് ആയിരുന്നു. ടോട്ടൽ 8 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ വീട് മുഴുവൻ തീയും പുകയും ഒക്കെ വന്ന് ഫയർ അലാറം എല്ലാം ഓണായി. അങ്ങനെ പെട്ടെന്ന് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഞെട്ടി എണീറ്റു. കൊച്ചിൻ്റെ കരച്ചിലും ചൂടും പുകയും മുഴുവൻ ഒരു ബഹളം. അങ്ങനെ ഒരു ഫാമിലി മെമ്പറിലെ അച്ഛൻ ബെഡ്റൂമിലെ ഡോർ തുറക്കാൻ പോയപ്പോൾ മുഴുവൻ പുക. സോ അതുവഴി രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഈ അച്ഛൻ റൂമിലെ ജനൽ തുറന്ന് അതുവഴി രക്ഷപ്പെട്ടു. അതിൻ്റെ പിന്നാലെ ഭാര്യയും കൊച്ചും രക്ഷപ്പെട്ടു. മറ്റു ഫാമിലിയിലെ 5 മെമ്പേഴ്സും റൂമിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ട അച്ഛൻ എന്ത് ചെയ്തു? നേരെ ഫ്രണ്ട് ഡോറിൽ പോയി ലോക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ലോക്ക് കീ കോഡ് ആക്ടിവേറ്റഡ് ആണ്. കീ കോഡ് എത്ര അടിച്ചിട്ടും ഡോർ ഓപ്പൺ ആകുന്നില്ല. അങ്ങനെയാണ് അതുവഴി പോകുന്ന പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാരൻ ഇത് കാണുന്നത്. പോലീസുകാരൻ നേരെ ഓടിച്ചെന്ന് വീടിന്റെ ഫ്രണ്ട് ഡോർ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്കും നിർഭാഗ്യവശാൽ ആ 5 ഫാമിലി മെമ്പേഴ്സും മരിച്ചു പോയിരുന്നു. കൂടുതൽ ചൂടും പുകയും കാരണം പോലീസുകാരനും കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു. അങ്ങനെ ഫയർ ഡിപ്പാർട്ട്മെന്റ് വന്നു, തീയെല്ലാം അണച്ചു. പക്ഷെ വീട് മുഴുവനോടെ കത്തി നശിച്ചു പോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പോലീസുകാർ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പോലീസുകാർക്ക് ഒരു രീതിയിലും ലീഡ്സ് കിട്ടുന്നില്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. കാരണം ഫാമിലി മെമ്പേഴ്സിന് ആർക്കും പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല. 2-3 മാസം അങ്ങനെ കടന്നുപോയി. ഇതേ സമയം ഡിലനും ഗെവിനും ബൂയിയും അവരുടെ വീട്ടിൽ പുറത്തൊന്നും ഇറങ്ങാതെ ആരോടും ഒന്നും സംസാരിക്കാതെ വളരെ ലോ പ്രൊഫൈലിൽ നിൽക്കുകയാണ്. കാരണം ആർക്ക് സംശയം തോന്നാതിരിക്കാൻ. അങ്ങനെ 2-3 മാസം കഴിഞ്ഞു. പോലീസുകാർക്ക് ഒരു ലീഡ്സും കിട്ടുന്നില്ല. അപ്പോഴാണ് പോലീസുകാർക്ക് സംശയം തോന്നുന്നത്, ഇത് അറിയാതെ തീ പടർന്നതായിരിക്കത്തില്ല, ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്തു? ആരെങ്കിലും ഈ വീടിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സെർച്ച് വാറണ്ട് ഒപ്പിച്ച് ഗൂഗിൾ ഓഫീസിൽ പോയി. എന്നിട്ട് പറഞ്ഞ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ആരൊക്കെയാണ് ഈ വീടിനെ പറ്റി സെർച്ച് ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അങ്ങനെ ഗൂഗിൾ അവരുടെ IP അഡ്രസ്സ് കൊടുത്തു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ ഡിലൻ, ഗെവിൻ, ബൂയെ പറ്റി അറിയുന്നത്. ഈ 3 പേരെയും അറസ്റ്റ് ചെയ്തു പോലീസ്. സോ ഇതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ബൂയി. ഇതാണ് ഗെവിൻ. ഡിലന്റെ ഫേസ് ഇല്ല, കാരണം അവന് വെറും 14 വയസ്സല്ലേ ഉള്ളൂ. സോ ഡിലന് 3 വർഷം ജുവനൈൽ ഡിറ്റൻഷനും 7 വർഷം യങ്ങിൻമേഴ്സ് പ്രോഗ്രാമിൽ ശിക്ഷ ലഭിച്ചു. ഗെവിന് 40 വർഷം ജയിൽ ശിക്ഷയും ബൂയിക്ക് 60 വർഷം ജയിൽ ശിക്ഷയുമാണ് ലഭിച്ചത്. ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ ആരാണോ ഐഫോൺ മോഷ്ടിച്ചത് അയാളെ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം നടന്നത് അമേരിക്കയിലെ ഡെൻവറിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.